നമസ്കാരം. സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ എല്ലാവരും കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം. അതുപോലെ തന്നെ ഇതിനകത്തൊരു ഗൂഗിൾ പേ നമ്പർ വെച്ചിട്ടുണ്ട്. കഴിയുന്നത്ര ആളുകൾ സംഭാവനകൾ വായിച്ചു തരണം. കാരണം ഈ ചാനൽ വളർത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നതിൻ്റെ സാമ്പത്തിക ബാധ്യത വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിയുന്നത്ര സംഭാവനകൾ, വിലയേറിയ സംഭാവനകൾ നൽകണമെന്ന് എൻ്റെ ഗൂഗിൾ പേ നമ്പർ വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോ, കേരളത്തിലെ 2 കന്യാസ്ത്രീകൾ നമ്മുടെ ഛത്തീസ്ഗഡിൽ ജയിലിലാണുള്ളത്. ഇത് സംബന്ധിച്ച് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്ക് നല്ലൊരു റീച്ച് കിട്ടിയ ആളുകൾ മനസ്സിലായി. അപ്പോൾ കുറേ ആളുകൾ കുറേ സംശയങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? ജൂലൈ 25-ാം തീയതി വൈകുന്നേരം ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് കത്തലിക് നൻസ് എന്ന് പറഞ്ഞാൽ കന്യാസ്ത്രീകളായിട്ടുള്ള 2 പേർ, സിസ്റ്റർ പ്രീതി മേരി 45 വയസ്സ്, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് 50 വയസ്സ്, അതുപോലെ തന്നെ അവരെ സഹായിക്കാനുണ്ടായിരുന്ന സുഖമാൻ മാണ്ഡവി 19 വയസ്സ് ഉള്ള, അത് നാരായൺപൂരിൽ നിന്നുള്ള ചെറുപ്പക്കാരനാണ്, ആദിവാസി യുവാവാണ്. ഇവരെ 3 പേരെയും പിന്നെ 3 പെൺകുട്ടികളെയും 18-19 വയസ്സിനിടയ്ക്ക് പ്രായമുള്ള 3 പെൺകുട്ടികളെയും അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം എന്തെന്ന് വെച്ചാൽ, ഇവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോൾ TTക്ക് ഈ പയ്യൻ്റെ കാര്യം, ഈ സുകുമാവിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ സംശയം തോന്നിയപ്പോൾ ചോദിച്ചു. പ്ലാറ്റ്ഫോം ടിക്കറ്റ് ചോദിച്ചപ്പോൾ ആ ടിക്കറ്റ് ഇരിക്കുന്ന സിസ്റ്റർ കയ്യിലാണെന്ന് പറഞ്ഞപ്പോൾ അത് ചെറിയ സംശയം വന്നു. അപ്പോഴാണ് പെൺകുട്ടികളെ കണ്ടത്. അപ്പോൾ പെൺകുട്ടികളെ കണ്ടപ്പോൾ ഹിന്ദു പെൺകുട്ടികളെ പോലെ ആ TTക്ക് തോന്നി. അപ്പോൾ അദ്ദേഹം അവിടെ സ്വാഭാവികമായിട്ട് അദ്ദേഹം ആ പ്രശ്നത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി അവരുടെ റെക്കോർഡുകളൊക്കെ ചോദിച്ചു. ഈ സമയത്ത് അവിടെ ബജ്റംഗ് പ്രവർത്തകരെത്തി. അവർ വിളിച്ചിട്ട് വന്നതാണോ എത്തിയതാണോ, എന്തായാലും ബജ്റംഗ് പ്രവർത്തകർ അവിടെ എത്തി. അവർ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ വലിയ പ്രധാനപ്പെട്ട ആളുകളാണ്, യുവജന സംഘടന. അവർ ഇതിനകത്ത് ബഹളമുണ്ടാക്കി, മതപരിവർത്തനവും അതുപോലെ തന്നെ ട്രാഫിക്കിംഗ്, മനുഷ്യക്കടത്തും ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വലിയ വിഷയമായപ്പോൾ ഇതിലൊരു പെൺകുട്ടിയോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ പെൺകുട്ടി ആഗ്രയിലാണെന്ന് പറഞ്ഞു. പക്ഷേ ബാക്കി പെൺകുട്ടിക്ക് കാര്യങ്ങൾ പറയാനൊന്നും അറിയില്ലായിരുന്നു. പെൺകുട്ടി കൺസെൻറ്റിൻ്റെ കാര്യവും പറഞ്ഞില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഇവർ അറസ്റ്റ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഇത് അറസ്റ്റ് ചെയ്തതിനെ സംബന്ധിച്ചല്ല ഇവിടെ വിഷയം. അറസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള കുറേ കഥകളുണ്ട്. അറസ്റ്റ് ചെയ്യാൻ യഥാർത്ഥത്തിൽ ഇവർ 2 ഡോക്യുമെൻ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്യണമായിരുന്നു. ഒന്ന്, അവിടുത്തെ വില്ലേജ് പര്യാവൻ, അതായത് വില്ലേജ് പാലായൻ രജിസ്റ്റർ ഉണ്ട് അവിടെ. വില്ലേജ് പാലായൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ വില്ലേജിൽ നിന്ന് ഛത്തീസ്ഗഡിലെ ഈ പറയുന്ന 7 ബസ്തർ ജില്ലകളായ നക്സലൈറ്റ് മാവോയിസ്റ്റ് ഭീഷണികൾ ഏറ്റവും ഉള്ള ജില്ലകളെയാണ് ബസ്തർ ജില്ലകൾ എന്ന് പറയുന്നത്. ബസ്തർ എന്ന് പറയും. ആ ജില്ലകളിൽ പെട്ട നാരായൺപൂർ എന്ന് പറയുന്ന ജില്ലയിലെ പിന്നെ അംബുജ് മഠിൽ നിന്നാണ് ഈ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായിട്ട് അവിടെ ഒരു നിയമമുണ്ട്. ആ നിയമം എന്ന് പറയുന്നത് പിന്നെ അവിടെ നിന്ന് ആരെങ്കിലും പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ വില്ലേജ് പാലായൻ രജിസ്റ്ററിൽ അപ്ലോഡ് ചെയ്യണം. കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. മാതാപിതാക്കളുടെ കൺസെൻറ്റും വേണം. അത് റിട്ടൺ കൺസെൻറ്റ് തന്നെ വേണം, പറഞ്ഞാൽ പോരാ. ഇത് 2ഉം കന്യാസ്ത്രീകളെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് അവരെ ഭാരതീയ ന്യായ സംഹിത 143 അനുസരിച്ച് ഹ്യൂമൻ ട്രാഫിക്, അതായത് മനുഷ്യക്കടത്തിനും, അതുപോലെ ഛത്തീസ്ഗഡിലെ ഫോഴ്സ്ഡ് കൺവേർഷൻ ആക്ട് അനുസരിച്ച് സെക്ഷൻ 4 അനുസരിച്ചും കേസെടുത്തത്. ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഈ പാലായൻ രജിസ്റ്ററിൽ വരുന്നതും അതുപോലെ തന്നെ അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട്, കേരളത്തിലിരുന്നുകൊണ്ട് ഈ ചാനൽ ചർച്ച നടത്തുന്ന നമ്മുടെ കുറച്ച് ചേച്ചിമാരും ചേട്ടന്മാരും മാമന്മാരും മച്ചമ്പിമാരും ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നവർ കാണുന്നതല്ല ഇന്ത്യയിൽ. നിങ്ങൾ മനസ്സിലാക്കൂ, കാശ്മീരിൽ 370 എന്ന് പറയുന്ന നിയമം, ആർട്ടിക്കിൾ 370 കഴിഞ്ഞ കുറച്ചു കാലം വരെ ഉണ്ടായിരുന്നു. അവിടെ ദേശീയ പതാക പോലും ഉയർത്തത്തില്ലായിരുന്നു. അത്ര വൈവിധ്യമുള്ള രാജ്യമാണ്. നാഗാലാൻഡിൽ സ്പെഷ്യൽ ആക്ട് ഉണ്ട്, മിസോറാമിൽ സ്പെഷ്യൽ ആക്ട് ഉണ്ട്. ഓരോ സംസ്ഥാനങ്ങൾക്കും സ്പെഷ്യൽ ആക്റ്റുകളും സംവിധാനങ്ങളും ഉള്ളൊരു ഫെഡറേഷൻ പോലെയാണ് ഇന്ത്യ. അത് കേരളം പോലല്ല. പിന്നെ രണ്ടാമത്തെ വിഷയം പറയാം. പിന്നെ ഈ ഛത്തീസ്ഗഡിൽ 4000 സ്ക്വയർ കിലോമീറ്റർ ഏരിയ, ഈ ബസ്തർ ജില്ല എന്ന് പറഞ്ഞ 7 ജില്ലകൾ, നാരായൺപൂർ ഉൾപ്പെടെയുള്ള 7 ജില്ലകൾ എന്ന് പറയുന്ന 4000 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ ഒരു മനുഷ്യന് പുറത്തുനിന്ന് അവിടെ പോകാൻ പറ്റുന്നതല്ല. അവിടെ മാവോയിസ്റ്റുകളാണ്, എന്നും സംഘർഷമാണ്. നക്സലൈറ്റിൻ്റെ മാവോയിസ്റ്റുകളുടെ ഏരിയയാണ്. അവിടെ കൃത്യമായ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ. അതിനിപ്പോൾ മധ്യപ്രദേശായിട്ട് കിടന്നപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഛത്തീസ്ഗഡ് സംസ്ഥാനം ഉണ്ടാക്കിയത്. അവിടെ വികസന പ്രവർത്തനങ്ങളിലൂടെ മാവോയിസ്റ്റുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആ 4000 സ്ക്വയർ കിലോമീറ്ററിനകത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് ഇവരെ കൊണ്ടുപോകുന്നത്. അവിടെ വലിയ ശക്തമായ രീതിയിൽ മനുഷ്യക്കടത്ത് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു നിയമം. അവിടെ നിന്ന് പലായനം ചെയ്തു പോകണമെങ്കിൽ അവിടെ വില്ലേജ് പാലായൻ രജിസ്റ്ററിൽ അപ്ലൈ ചെയ്തിരിക്കണം. അത് അവിടുത്തെ നിയമമാണ്. അതുപോലെ തന്നെ മതം മാറ്റത്തിനെതിരെയുള്ള റിലീജിയൻ കൺവേർഷൻ ആക്ട് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവിടെ ഉണ്ടാക്കിയത് അവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം അംഗീകരിച്ച നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ നിൽക്കുന്ന സ്ഥലത്താണ് കൃത്യമായി
നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഈ പറയുന്ന പോലെ അമ്പുത് മഠത്തിലെ മാണ്ഡവി ഗ്രാമത്തിൽ നിന്ന് 3 പേരെ കുട്ടികളെ കൊണ്ടുപോവുകയും അവരെ തൊട്ടടുത്തുള്ള പിന്നെ ദണ്ഡുകാവ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോകാതെ 60 കിലോമീറ്ററുള്ള ദണ്ഡുകാവിൽ കൊണ്ടുപോകാതെ 200 കിലോമീറ്റർ ദൂരമുള്ള ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും അവിടെ വെച്ചാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ആഗ്രയിലേക്ക് കൊണ്ടുപോകാനാണ്, മറ്റൊരു സ്റ്റേറ്റിൽ കൊണ്ടുപോകാനാണ്. അപ്പോൾ ഒന്നുകിൽ ഈ സിസ്റ്റർമാർക്ക് ഇത് അറിയില്ല, അതാണ് ഒരു പ്രധാന വിഷയം. ഈ നിയമമൊന്നും അവർക്ക് അറിയില്ല. അല്ലെങ്കിൽ ഈ മറ്റേ കൂടെ പോയ പയ്യനെന്ന് പറയുന്നത് സുഗമോ എന്ന് പറഞ്ഞാൽ 19 വയസ്സിലേ ഉള്ളൂ, അവനും ഇത് അറിയില്ല. അപ്പോൾ കൊണ്ടുപോകാനുള്ള പ്രൊസീജിയർ, ഒന്നുകിൽ ഈ പ്രൊസീജിയർ അവർക്ക് അറിയില്ല, അവർ സ്ട്രെയിറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തതെങ്കിൽ അവർക്ക് പ്രൊസീജിയർ അറിയില്ല, അതിലും ലാപ്സ് ഉണ്ട്. ഇനി രണ്ടാമത് പിന്നെ അല്ലെങ്കിൽ ഇതിനകത്ത് ഈ പറയുന്ന അവിടുത്തെ പ്രാദേശിക പ്രവർത്തകരും പോലീസും പറയുന്ന പ്രശ്നമുണ്ട്. ഇനി ഇന്ത്യയിലെ ഒരുപാട് സ്റ്റേറ്റുകളിലേക്ക് അവിടെ നിന്ന് മനുഷ്യക്കടത്തുണ്ടെന്നുള്ള 100,000 കേസുകളുമുണ്ട് അവിടെ ഛത്തീസ്ഗഡിൽ. അതും നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. വളരെ സെൻസിറ്റീവാണ് അവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ ഇരുന്നു കൊണ്ട് തള്ളിമറിക്കുന്നതല്ല. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇന്നലെ ജോർജ് കുര്യൻ മന്ത്രി രാവിലെയൊക്കെ പ്രസ്താവന ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രസ്താവന കൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞു കോടതിയിൽ നിന്ന് എന്തെങ്കിലും വരട്ടെ എന്ന്. വൈകുന്നേരം പക്ഷേ അദ്ദേഹം ചാനലുകൾക്ക് പ്രസ്താവന കൊടുത്തു. ബൈറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് കൃത്യമായി ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തോ, ആ ബെയിൽ ആപ്ലിക്കേഷനിൽ ആളുകൾ ഒപ്പിട്ടോ, അതിന് സമാന്തരമായ ഡോക്യുമെന്റുകൾ കൊടുത്തോ, ആരാണിത് കൊടുത്തത്, ഇവിടെ ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ടോ, ഈ സിസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കന്യാസ്ത്രീകൾക്ക് വേണ്ടി ബന്ധപ്പെട്ട ആളുകൾ അവിടെ മൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് മൂവ് ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് ഞാൻ അറിയുന്നത്. ആരാണ് മൂവ് ചെയ്തില്ല ഞാൻ പറയുന്നില്ല. മന്ത്രിക്ക് അറിയാമെങ്കിൽ അദ്ദേഹം മന്ത്രിയായിരുന്നതുകൊണ്ട് അത് പറയുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ ഒരു വലിയ നിഗൂഢതയുണ്ട്. അതായത് അത് പറഞ്ഞുമ്പോൾ ചിന്തിക്കുന്നത് ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ കോൺഗ്രസ്സാണ് അവിടെ ഉള്ളത്, ഇടതുപക്ഷം ഇല്ല അവിടെ. കോൺഗ്രസ്സുകാരോ ഇടതുപക്ഷക്കാരോ ആരായാലും അല്ലെങ്കിൽ മറ്റുള്ളവരെ BJP വിരുദ്ധരായിട്ടുള്ള ആരെങ്കിലും ഇതിനൊരു വലിയ ആയുധമാക്കാൻ വേണ്ടി ഈ കന്യാസ്ത്രീകൾ 1-2 ദിവസം ജയിലിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കൃത്യമായി ഡോക്യുമെന്റുകൾ സബ്മിറ്റ് ചെയ്തില്ലയോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ സിസ്റ്റർമാർ തന്നെ പാലായൻ സർട്ടിഫിക്കറ്റും വില്ലേജ് പാലായൻ സർട്ടിഫിക്കറ്റും കൺസെന്റും പ്രൊഡ്യൂസ് ചെയ്തിരുന്നോ? എങ്കിൽ അറസ്റ്റ് ചെയ്യില്ലായിരുന്നു. പക്ഷേ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ജാമ്യം കിട്ടുമായിരുന്നു. പക്ഷേ ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ പറഞ്ഞത് അതിനുശേഷം കാര്യങ്ങൾ ഡോക്യുമെൻ്റായി കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ അതിനുശേഷം കൊടുത്താൽ പോലീസിന് പരിശോധിക്കാൻ സമയം വേണം. അതുകൊണ്ടാണ് പോലീസ് പറഞ്ഞത് ഈ കുറേ ഡോക്യുമെൻറ്റുകൾ കൂടെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് പരിശോധിക്കാൻ ഞങ്ങൾക്ക് സമയം വേണം. അതുകൊണ്ട് ഇപ്പോൾ ജാമ്യം അനുവദിക്കാൻ പറ്റില്ല, ഇവർ പുറത്തു പോയാൽ സ്വാധീനിക്കും, ഇവർ വളരെ സ്വാധീനമുള്ളവരാണെന്ന് പറയുകയും, കാരണം അവർ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ആയിട്ടൊക്കെ ബന്ധമുള്ളതുകൊണ്ട് വലിയ സ്വാധീനമുള്ളവരാണ്, അവർ പുറത്തു പോയാൽ പ്രതികളെ ഉൾപ്പെടെ സ്വാധീനിക്കും എന്നുള്ളത് കൊണ്ടാണ് ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ബെയിൽ കിട്ടാതെ കിടക്കുന്നത്. അപ്പോൾ 2 ചോദ്യം. ഒന്ന്, പാലായൻ രജിസ്റ്ററിലേക്ക് അപ്ലൈ ചെയ്തിരുന്നോ? കുട്ടികളുടെ മാതാപിതാക്കളുടെ കൺസെൻറ്റ് ഉണ്ടോ? ജസ്റ്റ് 18 ക്രോസ് ചെയ്തേ ഉള്ളൂ കുട്ടികൾ. മൂന്നാമത്തെ കാര്യം, ബെയിലിന് ആവശ്യമായ എല്ലാ ഡോക്യുമെൻറ്റുകളും കൊടുത്തിരുന്നോ? കൊടുത്തിട്ടില്ലെങ്കിൽ അത് പരിശോധിക്കാൻ പോലീസ് സമയം കൊടുത്തെങ്കിൽ തന്നെ അത് പരിശോധിക്കുവാൻ പോലീസ് സമയം ചോദിച്ചതിൽ ക്രോസ് വെരിഫിക്കേഷൻ നടത്താൻ, കാരണം വീണ്ടും അവിടെ നിന്ന് 200 കിലോമീറ്റർ അപ്പുറത്താണ് ഈ പറയുന്ന ഗ്രാമമുള്ളത്, പോയി പരിശോധന നടത്താൻ അവർക്ക് സമയം കൊടുക്കണം. ഇതൊക്കെയാണ് അതിൻ്റെ യഥാർത്ഥ വിഷയങ്ങൾ. ഇതൊന്നും മനസ്സിലാക്കാതെ, ഈ നിയമങ്ങളും സത്യസന്ധതയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ നമ്മളിവിടെ കിടന്ന് ബഹളം കാണിക്കുന്നു. ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ, ലാസ്റ്റ് പോയിന്റ്, UDFൻ്റെ ആളുകളെ അവിടെ കയറ്റിവിട്ടു. NK പ്രേമേന്ദ്രൻ അടക്കമുള്ള ആളുകളെ കയറ്റിവിട്ടു, ബെന്നി ബെഹനാനും ഒക്കെ. LDFകാരെ കയറ്റിവിട്ടില്ല, ഇടതുപക്ഷക്കാരെ കയറ്റിവിട്ടില്ല. നമ്മുടെ റഹീമും വൃന്ദാക്കാരായിട്ടും ആനി രാജിയൊക്കെ പോയിട്ട് കയറ്റിവിട്ടില്ല. എന്തുകൊണ്ടാണ് ജയിലിൽ കിടക്കുന്ന ആളുകളെ, പൊളിറ്റിക്കൽ ലീഡർമാരെ കയറ്റിവിടാത്തതെന്ന് പറഞ്ഞാൽ അവരും ഇവരും തമ്മിലുള്ള കോൺവെർസേഷനിൽ ചില ഗൂഢാലോചനകൾ നടക്കാൻ സാധ്യതയുണ്ട്. ഇതെന്തിനാണ് നമ്മൾ അവിടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്? തിരുവനന്തപുരത്ത് PC ജോർജിനെ അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ തിരുവനന്തപുരം നന്ദാവനം കണ്ടോൺമെൻറ്റ് ഭാഗത്തേക്ക് അകത്തേക്ക് കൊണ്ടുപോയപ്പോൾ നമ്മുടെ മുൻ മന്ത്രി വി മുരളീധരൻ, BJPയുടെ മുൻ മന്ത്രി വി മുരളീധരനെ തടഞ്ഞല്ലോ, കേരളത്തിൽ തടഞ്ഞല്ലോ. അപ്പോൾ പിന്നെ അവിടെ ഛത്തീസ്ഗഡിൽ ഇതുപോലത്തെ ഒരു വലിയ സീരിയസ് വിഷയത്തിൽ പിടിച്ചിരിക്കുമ്പോൾ തടയുന്നതിൽ അത്ഭുതമില്ല. അത് പൊളിറ്റിക്കലി മോട്ടിവേറ്റ് ചെയ്യപ്പെടും, സ്വാധീനിക്കുമെന്നുള്ള. അപ്പോൾ ഇതൊക്കെയാണ് നിയമവ്യവസ്ഥ. നമ്മളെല്ലാവരും ക്രിമിനൽ പ്രൊസീജിയർ കോഡിനും ഭാരതീയ ന്യായ സംഹിതയ്ക്കുമൊക്കെ കീഴിലാണ് ജീവിക്കുന്നത്, ഭരണഘടനയ്ക്ക് കീഴിലാണ്. ഭരണഘടനയെക്കുറിച്ച് നമ്മൾ വല്ലാതെ വാചാലമാവുകയും ഭരണഘടന പറയുന്ന കേസുകളും കാര്യങ്ങളും ആരുടെയെങ്കിലും പേരിൽ വരുമ്പോൾ അതിന് ജാതിയുടെ, മതത്തിൻ്റെ, വർഗത്തിൻ്റെ, വസ്ത്രത്തിൻ്റെ നിറം നൽകരുത്. കേസിൻ്റെ മെരിറ്റിലേക്ക് പോകട്ടെ. ഈ നടന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതിൻ്റെ പേരിൽ ആവശ്യമില്ലാത്ത അനാവശ്യമായ ചർച്ചകളോ നമ്മൾ ഗൂഢാലോചനകളോ നടത്തുന്നത് വെറും പൊളിറ്റിക്കൽ മോട്ടിവേഷൻ മാത്രമാണെന്ന് നമുക്ക് തിരിച്ചറിയണം.